ഡിയേഴ്സ് വെൽക്കം ബാക്ക്. സോ തേർഡ് അലോട്ട്മെന്റ് കാത്തിരിക്കുന്ന മക്കൾക്കും അതേപോലെ ട്രാൻസ്ഫർ കാത്തിരിക്കുന്ന മക്കൾക്കും അതായത് ഇപ്പൊ താൽക്കാലികമായിട്ട് തുടർന്ന് ഹയർ ഓപ്ഷൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും എത്ര സീറ്റാണ് വേക്കൻസി ഉള്ളത്? അതെല്ലാവർക്കും അറിയണ്ടേ. ഇനി എത്ര സീറ്റ് വേക്കന്റ് ഉണ്ട്? നമ്മൾ തേർഡ് അലോട്ട്മെന്റ് വരുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാലോ. സോ എത്ര സീറ്റാണ് വേക്കന്റ് ആയിട്ടുള്ളത് പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ നോക്കാണ് ടോട്ടൽ ആപ്ലിക്കൻസ് 4,44,000 പേരാണ്. പക്ഷെ ടോട്ടൽ സീറ്റ് ആകെ 3,10,000, അതായത് 1,30,000. 3,15,874 സീറ്റാണ് ടോട്ടലി അവൈലബിൾ സീറ്റ്. ഏകദേശം 1,00,000 കുട്ടികൾക്ക് സീറ്റ് ഇല്ല. പക്ഷെ വിഷമിക്കേണ്ട, അധിക ബാച്ചുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അധിക ബാച്ചുകൾ കൊടുക്കുന്നു മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആർക്കും സീറ്റ് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ടോട്ടൽ സീറ്റ് അലോട്ട്മെന്റ് ലഭിച്ചത് 2,40,000 പേർക്കാണ്. അതായത് ഇതുവരെ 2 ലക്ഷം പേർക്ക് നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല. പകുതി കുട്ടികൾക്ക് മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷവും അലോട്ട്മെന്റ്. ഫസ്റ്റ് അലോട്ട്മെന്റ് 20,103 ആണെങ്കിൽ ഹയർ ഓപ്ഷൻ ഏകദേശം 20,000 പേർക്ക് ഹയർ ഓപ്ഷൻ കിട്ടി. അതായത് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്ത 20,000 കുട്ടികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഹയർ ഓപ്ഷൻ പ്രതീക്ഷിച്ചിരുന്ന താൽക്കാലികമായിട്ട് തുടർന്ന 20,000 പേർക്ക് അവർ ആഗ്രഹിച്ച ഹയർ ഓപ്ഷനുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി വേക്കൻസി 77,000 സീറ്റ് ഏകദേശം വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അടുത്ത തേർഡ് അലോട്ട്മെന്റിൽ അത് ഫിൽ ആവും തന്നെയാ കരുതല്ലേ? ഫില്ലാകാം. എനിക്കൊന്നും ചില സീറ്റുകളിലേക്കൊന്നും കുട്ടികൾ കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ ഓപ്ഷൻ വെക്കുമ്പോഴേ പറഞ്ഞു മാക്സിമം സീറ്റുകൾ വെക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വിഷമിക്കേണ്ട, തേർഡ് അലോട്ട്മെന്റിന് ശേഷം വരുന്ന സപ്ലിമെന്ററി പുതുതായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ചിലപ്പോൾ പുതിയ സീറ്റുകൾ അനുവദിക്കാം. സ്പോർട്സ് കോട്ടയിലേക്ക് സീറ്റുകൾ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് കിട്ടും. +1 ക്ലാസ്സുകൾ ഈ ചാനലിൽ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മക്കളെ. നമ്മൾ കൂടെ തന്നെയുണ്ട്. അപ്പൊ വീണ്ടും കാണാം. ബൈ.